കൊല്ലത്ത് നിന്നുള്ള വിവരങ്ങളുമായി അരുൺ രാജ്, ഇപ്പോൾ അവിടെ നിന്നും ഉയർന്നു വരുന്ന പരാതികൾ എന്തൊക്കെയാണ്? അനുജ, ചവറ പോലീസ് സ്റ്റേഷനിൽ മാത്രമാണ് ഇപ്പോൾ 50 പരാതികൾ ലഭിച്ചിരിക്കുന്നത്. ഈ 50 പരാതികളിൽ 50 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടന്നു എന്നുള്ളതാണ് പോലീസ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. അല്പസമയം മുമ്പ് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഓച്ചിറ, കരുനാഗപ്പള്ളി മേഖലകളിൽ കൂടി ഈ സമാന രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് നടത്തിയതും പ്രൊമോട്ടർമാരുടെയും വിവരങ്ങൾ ഇപ്പോൾ സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗം ഇപ്പോൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തട്ടിപ്പിന്റെ വ്യാപ്തി കൂടുതൽ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്നും 25% വിലക്കുറവിൽ ഗൃഹോപകരണങ്ങൾ നൽകാമെന്നും പറഞ്ഞാണ് അനന്തകൃഷ്ണന്റെ പാലരിവട്ടത്തെ ഓഫീസ് മുഖാന്തരം പണം മാറിയത്. ബാങ്ക് ത്രൂവാണ് ഈ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് തട്ടിപ്പിനിരയായവർ എല്ലാവരും തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഈ വ്യാപ്തി, ഇത് 50 എന്ന് പറയുന്നത് ചവറ പോലീസ് സ്റ്റേഷനിൽ മാത്രം ലഭിച്ച പരാതിയാണ്. കൂടുതൽ പോലീസ് സ്റ്റേഷനുകളിൽ സമാന രീതിയിൽ തട്ടിപ്പിനിരയായിട്ടുള്ളവർ ഉണ്ട് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലം സിറ്റിയിലും കൊല്ലം റൂറലിലും കൂടുതൽ പരിശോധന നടത്താനും കൂടുതൽ അന്വേഷണം നടത്താനുമുള്ള നിർദ്ദേശം ഇപ്പോൾ പോലീസ് മേധാവിമാർ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഈ തട്ടിപ്പിന്റെ തുക കൂടി വർദ്ധിക്കും എന്നുള്ളതാണ് അവസാനമായി നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ പ്രൊമോട്ടർമാരെ കേന്ദ്രീകരിച്ചും ഇതുമായി ബന്ധപ്പെട്ട് ഇടനിലക്കാർ ഇവരെ കേന്ദ്രീകരിച്ചുമുള്ള അന്വേഷണം കൂടി പോലീസ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. കുടുംബശ്രീയെ പോലും ഇത്തരത്തിൽ ഇതിനുവേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഈ കുടുംബശ്രീ ഉപയോഗിച്ചാണ് സ്ത്രീകളിലേക്ക് ഇവരുടെ പ്രൊമോഷൻ അടക്കം ഇവരുടെ ഈ ഇതുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് അടക്കം നടത്തിയത് എന്നുള്ളതാണ് നിലവിൽ അവസാനമായി പോലീസ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതാണ്, കുടുംബശ്രീയെ വരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള തട്ടിപ്പിലേക്ക് പോയി എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൽ കൂടുതൽ പരാതിക്കാർ ഇനി രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയല്ലേ നമ്മൾ കരുതേണ്ടത് അരുൺ രാജ്? കാരണം എല്ലാ ജില്ലകളിലും അങ്ങനെ തന്നെയാണ്. ഈ വാർത്തകൾ പുറത്തു വന്നതോടെ തങ്ങൾ കബളിപ്പിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കൂടുതൽ പേർ രംഗത്തേക്ക് എത്തുന്നു. അല്പസമയവും എന്നോട് സംസാരിച്ച ഈ തട്ടിപ്പിനിരയായ കരുനാഗപ്പള്ളി സ്വദേശിനി പറഞ്ഞ ഒരു വാചകം, എന്തായാലും പരാതി കൊടുക്കാൻ താനില്ല, കാരണം ഭർത്താവ് പോലും അറിയാതെയാണ് ഈ പണം നൽകിയത്. എന്തായാലും ഈ അനന്തകൃഷ്ണനെ പിടിച്ചതിൽ വലിയ സന്തോഷമുണ്ട് എന്നുള്ളതാണ്. അതായത് ഇത്തരത്തിൽ അഭിമാനം പോലും ഭയന്ന്, അല്ലെങ്കിൽ ഈ തന്റെ അഭിമാനം ഭയന്നുകൊണ്ട് പരാതി പറയാതിരിക്കുന്നവരുടെ എണ്ണം കൂടി വലുതാണ് എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് പോലീസ് ഈ പ്രൊമോട്ടർമാരെയും ഈ ലോക്കൽ ഈ അനന്തകൃഷ്ണൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള ആൾക്കാരെയും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും അവരിൽ നിന്ന് ആരൊക്കെ ഈ അക്കൗണ്ടിലേക്ക് പണം അയച്ചിട്ടുണ്ട് എന്ന് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ചില ഈ പ്രൊമോട്ടർമാരുടെ വിവരങ്ങൾ കൂടി ഇപ്പോൾ പോലീസിന്റെ ശേഖരണത്തിലുണ്ട്. കുലശേഖരപുരം സ്വദേശിയായ നൌഷാദ്, അവിടെ തന്നെ സ്വദേശിയായ അശ്വതി എന്നിവരുടെ വിവരങ്ങൾ ഇപ്പോൾ ശേഖരിച്ചു എന്നാണ് അവസാന ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അങ്ങനെ ഈ തട്ടിപ്പിന്റെ തോത് വർദ്ധിക്കുന്നു. അത് നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഈ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് ഈ പ്രതി എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അതിന് ആരെയൊക്കെ ഉപയോഗിച്ചു, ഏതൊക്കെ മാർഗങ്ങൾ ഉപയോഗിച്ചു എന്നതാണ് പോലീസിന്റെ മുമ്പിൽ ഇപ്പോഴുള്ള ഒരു അന്വേഷണ പരിധിയിലുള്ള കാര്യങ്ങൾ. എന്തായാലും ഈ അന്വേഷണം വിശാല തോതിലേക്ക് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതാണ്, വലിയൊരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ്. അത് കുടുംബശ്രീയെ വരെ ഇതിന് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രമുഖരുടെ പേരുകൾ, അതിൽ അവർക്ക് എന്താണ് പങ്ക്, അവർക്ക് പങ്കുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. അല്പസമയം മുൻപ് നമ്മളോട് സംസാരിച്ച ലാലി വിൻസെന്റ് പറഞ്ഞത് താൻ ഇതിൽ നിയമോപദേശക എന്നതിനപ്പുറത്തേക്ക് തനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല, പോലീസിന് വിശദീകരണം നൽകും, ഏത് സാഹചര്യത്തിലാണ് തന്നെ പ്രതിയാക്കിയത് എന്നതിൽ തനിക്ക് വ്യക്തതയില്ല എന്നാണ്.